ഫെബ്രുവരി 20 ചൊവ്വാഴ്ച. മത്തായി 6:7-15 വരെ വാക്യങ്ങൾ. ഒരു രാത്രി ഒരു പിതാവ് തൻ്റെ മകളുടെ കിടപ്പുമുറിയുടെ അടുത്തൂടെ നടന്നപ്പോൾ അവൾ കട്ടിലിനരികിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് അയാൾക്ക് കാണാൻ കഴിഞ്ഞു. ഒരു കുട്ടി ഏതൊക്കെ വിഷയങ്ങളാണ് ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്നത് എന്നറിയാൻ താല്പര്യത്തോടെ അയാൾ ഒന്ന് വാതിൽക്കൽ നിന്ന് ശ്രദ്ധിച്ചു. ABCDEFG അവൾ അക്ഷരമാല ചൊല്ലുന്നത് കേട്ട് അയാൾ അമ്പരന്നു. അവളെ തടസ്സപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല. പക്ഷേ ജിജ്ഞാസ മൂലം അവൻ മുറിക്കകത്ത് കയറി അവളോട് ചോദിച്ചു, മോളെ, നീ എന്താണ് ചെയ്യുന്നത്? ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഡാഡി, അവൾ മറുപടി പറഞ്ഞു. എന്ത്? നീ പ്രാർത്ഥിക്കുന്നത് അക്ഷരമാല ചൊല്ലിയിട്ടാണോ? അയാൾ ചോദിച്ചു. അവൾ വിശദീകരിച്ചു, ഞാൻ പ്രാർത്ഥന ചൊല്ലാൻ ആരംഭിച്ചു, പക്ഷേ എന്ത് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് അക്ഷരമാലയിലെ എല്ലാ അക്ഷരങ്ങളും പറയാൻ തീരുമാനിച്ചു. ഏറ്റവും നന്നായി വിചാരിക്കുന്നത് പോലെ ദൈവം അവ വാക്കുകളായി ചേർക്കട്ടെ. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്നു. വാക്കുകൾ മാത്രം പോരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് തുടങ്ങുന്നത്. ചില സമയങ്ങളിൽ ഞാൻ പ്രാർത്ഥനകൾ ചൊല്ലാറുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. എന്നിട്ടും ആ ചൊല്ലുന്ന കാര്യത്തിൽ ഞാൻ പൂർണ്ണമായും സന്നിഹിതനല്ല. അതെ, ഞാൻ വാക്കുകൾ ഉരുവിടുന്നുണ്ട്, പക്ഷേ എൻ്റെ മനസ്സ് മൈലുകൾ അകലെയായിരിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ തുടങ്ങിയ പ്രാർത്ഥനകൾ നമുക്ക് വളരെ എളുപ്പത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയും. കാരണം ചെറുപ്പകാലം മുതൽ അവ നമ്മുടെ ഉള്ളിൽ പതിഞ്ഞിരിക്കുന്നു. എല്ലാം മനഃപ്പാഠമാണ്. എന്നിട്ടും ആ പ്രാർത്ഥനകളെ മനസ്സിലാക്കാതെ നമ്മൾ അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഔപചാരിക പ്രാർത്ഥനകൾ നമ്മുടെ ഭാഗമായി തീരുന്നു. അതാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് വശം. എന്നാൽ അതിൻ്റെ ഒരു നെഗറ്റീവ് വശം എന്ന് പറയുന്നത് അവ യാന്ത്രികമായി മാറിയേക്കാം. നമ്മുടെ ഉദ്ദേശം പ്രാർത്ഥിക്കുക എന്നതാണ്, അത് നല്ല കാര്യം. യാന്ത്രിക പ്രാർത്ഥന പോലും പ്രാർത്ഥനയുമാണ്. എന്നാൽ ഈ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സുകൂടി അവിടെ സന്നിഹിതമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവത്തിന് ഏറ്റവും സ്വീകാര്യമായിരിക്കും. അതാണ് നമ്മുടെ വെല്ലുവിളി. നമ്മുടെ മനസ്സും ഹൃദയവും ദൈവത്തിങ്കിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നാം നിരന്തരം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. യേശു തൻ്റെ പിതാവിനോട് ശരിക്കും പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവത്തെ നമ്മുടെ പിതാവേ എന്ന് വിളിക്കുക, അതായിരുന്നു യേശു ചെയ്തത്. പഴയ നിയമത്തിൽ ദൈവത്തെ ഇസ്രായേലിൻ്റെ പിതാവായി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും യഹൂദന്മാർ യഹോവയെ തങ്ങളുടെ പിതാവായി വിളിക്കാൻ വിമുഖത കാണിച്ചിരുന്നു. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നത് ദൈവത്തോടുള്ള അനാദരവാണ് എന്ന് അവർ കരുതിയിരുന്നു. അതുകൊണ്ടാണ് പിതാവേ എന്ന് വിളിക്കാനും തൻ്റെ ശിഷ്യന്മാരെ അങ്ങനെ പ്രാർത്ഥിക്കാനും പഠിപ്പിച്ചതിന്
യേശുവിനെ അന്നത്തെ മതനേതാക്കൾ അവിടത്തോട് ദ്വേഷ്യപ്പെട്ടത്. ദൈവം നമ്മുടെ പൊതുപിതാവാണ്. നമുക്ക് അങ്ങനെ വിളിക്കാൻ എല്ലാ യോഗ്യതയുമുണ്ട്. ഒരു പിതാവും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തേക്കാൾ മറ്റേത് ബന്ധമാണ് അടുത്തുള്ളത്? ദൈവവുമായിട്ട് അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്നത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. കൂടാതെ ഞങ്ങളുടെ എന്ന സർവനാമം ഈ പ്രാർത്ഥനയിൽ ഉപയോഗിക്കുന്നു. നാം എല്ലാവരും ഒരു കുടുംബത്തിൽപ്പെട്ടവരാണ് എന്ന് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളെല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടവരാണ്. ഇന്ന് നാം നമ്മുടെ പിതാവിനോട് സ്നേഹത്തിൻ്റെയും സ്തുതിയുടെയും പ്രാർത്ഥനയായി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലാമോ? നമ്മെ അടുത്തറിയുകയും എല്ലാ ദിവസവും നമ്മോടൊപ്പം നടക്കുകയും ചെയ്യുന്നവനാണ് യേശുനാഥൻ. കുറച്ച് സമയം ഇന്ന് ബോധപൂർവം ഈ പ്രാർത്ഥന ചൊല്ലുക. അങ്ങനെയെങ്കിൽ നമുക്കൊരു വലിയ അനുഗ്രഹം, അതുപോലെ തന്നെ സന്തോഷ സമാധാനവും കണ്ടെത്താനും സാധിക്കും. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.